കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഓക്കെ ഓക്കെ. ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. സത്യപ്രതിജ്ഞ വിയൂർ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലാണ്. മേയർ വി രാജേഷാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ജയിൽ സൂപ്രണ്ടും ഡയസിലുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യമാണ്. ഷബ്ന അവിടെ നിന്നും നമുക്ക് വിവരങ്ങൾ നൽകുവാനായി ചേരുകയാണ്. ഷബ്ന, എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു സംഭവമാണ്. 13/7/2026 തിരുവനന്തപുരം നഗരസഭയുടെ വാർഡ് 20 വാഴോട്ടുകോണം കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്ന് വിയൂർ സെൻട്രൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുന്നത്. ആയതിലേക്ക് ബഹുമാനപ്പെട്ട നഗരസഭാ മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് അവരുടെയും വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെയും കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ സുഗതനെയും സ്വാഗതം ചെയ്യുന്നു. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിലേക്ക് ബഹുമാനപ്പെട്ട മേയറെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഏറ്റുപറയുന്നതിനു വേണ്ടി കൗൺസിലർ ശ്രീ ആർ സുഗതനെ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട സുഗതൻ എന്ന ഞാൻ നിയമാനുസൃതം ഇന്ത്യൻ ഭരണഘടനയിൽ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വമുള്ളതെന്നും ഭാഷാലയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വാസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരൻ നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനപ്രതിനിധി ഇപ്പോൾ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം വാഴോട്ടുകോണം കൗൺസിലറായ ആർ സുഗതനാണ് ഇപ്പോൾ വീണ്ടും പുനഃസത്യപ്രതിജ്ഞ ചെയ്തത്. ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുന്നു. വിയൂർ ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ മേയർ വി രാജേഷാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. നഗരസഭാ സെക്രട്ടറിയും ജയിലിലെത്തി. ജയിലിലെ സത്യപ്രതിജ്ഞ ഇത്തരത്തിൽ സംസ്ഥാനത്ത് ആദ്യം എന്നുള്ളതാണ്. ഷബ്ന അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. ഷബ്ന, എന്തായാലും സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു സംഭവത്തിനാണ് ഇപ്പോൾ ഷബ്ന അടക്കം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ജയിലിൽ വെച്ച് ജനപ്രതിനിധി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്? ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. മേയറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇതിൽ ഏറ്റവും വിവാദമായിരുന്നത് ഈ നിയമാനുസൃതം ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നതായിരുന്നു. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് തന്നെയാണ് ഇപ്പോൾ സുഗതൻ സത്യപ്രതിജ്ഞ പൂർത്തീകരിച്ചിരിക്കുന്നത്. ചടങ്ങുകൾ പൂർത്തിയാക്കി സുഗതനെ ജയിലിലേക്ക് തന്നെ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മേയറും ഈ വിയൂർ സെൻട്രൽ ജയിലിലെ ഈ പബ്ലിക് ലൈബ്രറി ഹാളിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചു. സ്വാതി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ സർക്കാരിനോട് ഒരുക്കണം എന്ന രീതിയിൽ നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ സൗകര്യം ഒരുക്കാം എന്ന് കോടതിയെ അറിയിക്കുകയുമായിരുന്നു. തുടർന്നാണ് ഇന്ന് 11 മണിക്ക് കൃത്യം 11 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ നടത്തണം എന്ന് നിർദ്ദേശിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇപ്പോൾ ഏതായാലും പൂർത്തിയാക്കി. ഒരു സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആ ഒരു സമയം മാത്രമാണ് സുഗതനെ ഈ ഹാളിൽ പ്രവേശിപ്പിച്ചത്.
ചെയ്തത്. അതിനുശേഷം തിരിച്ച് ജയിലിലേക്ക് തന്നെ പോലീസ് അകമ്പടിയോടുകൂടി കൊണ്ടുപോയി. സുഗതൻ എത്തി, ഉടൻ തന്നെ മേയറും എത്തി. മേയർ നിയമാനുസൃതമായ സത്യപ്രതിജ്ഞ ചൊല്ലി. നേരത്തെ വിവാദമായ ഈ സത്യപ്രതിജ്ഞയിലെ വാചകം, അതായത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണം അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യണം എന്നാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നത്. ഈ നിയമാനുസൃതമല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്തു എന്നതായിരുന്നു വിവാദം. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നതിനെ തുടർന്ന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ റദ്ദാക്കിയിരുന്നു. 20 കൗൺസിലർമാരെയും സത്യപ്രതിജ്ഞ അയോഗ്യമാക്കിയായിരുന്നു. ഇപ്പോഴേതായാലും ഇതുമായി ബന്ധപ്പെട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഈശ്വരനാമത്തിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തീകരിച്ചു. മേയർ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുഗതനെ നേരത്തെ തന്നെ കോടതി നിർദ്ദേശപ്രകാരം അത്തരത്തിൽ ഈ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിക്കുകയും സത്യപ്രതിജ്ഞാ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ജയിലിനുള്ളിൽ ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞ നടക്കുന്നത്. ഈ വിയ്യൂർ ജയിലിൻ്റെ ഉള്ളിൽ പലരും ഈ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ കാണാത്തതായിരിക്കും ജയിലിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത്. അതായത് വിയ്യൂർ ജയിലിൻ്റെ ഉള്ളിലൊന്നും പലർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ കോടതി തന്നെ ഇതിൽ മാധ്യമപ്രവർത്തകരെ ഇതിൽ പ്രവേശിപ്പിക്കണം, ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. അത്തരത്തിൽ നിർദ്ദേശിച്ച് കോടതിയുടെ നിർദ്ദേശാനുസരണം കൃത്യമായി ID കാർഡുകൾ അടക്കം പരിശോധിച്ചാണ് മാധ്യമപ്രവർത്തകരെ ജയിലിനുള്ളിൽ പ്രവേശിപ്പിച്ചത്. ആ രീതിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കോടതി ചില ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകിയിരുന്നു. മറ്റൊന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ ഹാജരായിരുന്നു.